നമസ്കാരം. തൃശൂർ അമലയിലും ജൂബിലിയിലും നടന്ന നേഴ്സിംഗ് സമരത്തെ പിന്തുണച്ചതിൻ്റെ പേരിൽ ഞാൻ കേൾക്കാത്ത പഴിയൊന്നുമില്ല. കോർപ്പറേറ്റ് ആശുപത്രികൾക്ക് വഴി തുറക്കാൻ വേണ്ടി ആരുടെയൊക്കെയോ നക്കാപ്പിച്ച വാങ്ങിയാണ് ഞാൻ ഈ പണിയെടുക്കുന്നത് എന്ന് പറയുകയും വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർ ഏറെയുണ്ട്. പക്ഷെ അവരൊക്കെ മറന്നുപോകുന്നത്, റദ്ദാക്കാൻ ശ്രമിക്കുന്നത് കോർപ്പറേറ്റ് പഞ്ചനക്ഷത്ര ആശുപത്രികൾക്കെതിരെ ഞാനും മറുനാടനും നടത്തുന്ന സന്ധ്യയില്ലാ സമരമാണ്. കേരളത്തിലെ ഒരു മാധ്യമ സ്ഥാപനവും ഇത്രയധികം റിസ്ക് എടുത്തുകൊണ്ട് ഈ പഞ്ചനക്ഷത്ര ആശുപത്രികൾക്കെതിരെ നിലപാടെടുത്തിട്ടില്ല. കാരണം പണമായും പരസ്യമായും ഇവരൊക്കെ കൊടുക്കുന്ന നക്കാപ്പിച്ചുകൊണ്ട് ഇവിടുത്തെ പരമ്പരാഗത മാധ്യമങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് ഇവർക്കാർക്കും ഈ ആശുപത്രികൾക്കെതിരെ കമാന്നൊരക്ഷരം പറയാൻ സാധ്യമല്ല. കേരളത്തിലെ ഒട്ടുമിക്ക പഞ്ചനക്ഷത്ര ആശുപത്രികളിലും കൊള്ളയാണ് നടക്കുന്നത്. മനുഷ്യജീവന് പുല്ലുവിലയാണ് അവിടെ ഉള്ളത്. ആരെങ്കിലും ഒരാൾ അവിടെ പോയി ചികിത്സാ പിഴവ് കൊണ്ട് ആർത്തി കൊണ്ട് കൊല്ലപ്പെട്ടാൽ അതേക്കുറിച്ച് അന്വേഷിക്കുന്ന പതിവ് പോലും ഇവിടെ ഇല്ല എന്ന് പറയാൻ ആർക്കും ധൈര്യമുണ്ടായിട്ടില്ല. മിക്ക പഞ്ചനക്ഷത്ര ആശുപത്രികളും കുരുതിക്കളങ്ങളാണ്. കോടിക്കണക്കിന് രൂപ നിക്ഷേപിച്ചുകൊണ്ട് അവർ മനുഷ്യജീവൻ പച്ചയായി ഭാഗിച്ചെടുക്കുന്നു. ഈ സാധ്യത തിരിച്ചറിഞ്ഞാണ് അമേരിക്കൻ ഭീമന്മാർ 2000-ഉം 3000-ഉം കോടി രൂപ മുടക്കി ഈ കൊച്ചു സംസ്ഥാനത്തേക്ക് എത്തുന്നത്. ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നായിട്ടും എന്തുകൊണ്ടാണ് KKR-നെ പോലുള്ള മൾട്ടിനാഷണൽ ഭീമന്മാർ കേരളത്തിലേക്ക് എത്തുന്നത്? ഒരാശുപത്രി തന്നെ 2000-ഉം 3000-ഉം കോടി കൊടുത്ത് വാങ്ങുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം തേടിയാൽ തന്നെ അറിയാം ഈ നാട്ടിലെ ഇടത്തരക്കാരൻ്റെ ജീവിത സുരക്ഷ എത്രമാത്രം ദുർബലമാണെന്ന്. പാവപ്പെട്ടവർ ഇക്കാര്യത്തിൽ ഭാഗ്യം ചെയ്തവരാണ്. അവർ ഈ ആശുപത്രിയിലേക്ക് പോകുന്നില്ല, അവരെ ഇവർ പ്രതീക്ഷിക്കുന്നുമില്ല. സർക്കാർ ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യ വികസനമില്ലാതെ, ആവശ്യത്തിന് ഉപകരണങ്ങളില്ലാതെ നശിച്ചു പോകാൻ കാരണമാകുന്നതും ഈ പഞ്ചനക്ഷത്ര ആശുപത്രി മാഫിയകളുടെ പ്രവർത്തനമാണ്. ഇന്ന് K. മുരളീധരൻ എന്ന ഒരു മന്ത്രി അതിന് മാറ്റം വരുത്താൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ഓഫീസിനെയും അട്ടിമറിക്കാൻ ചിലർ ഗൂഢാലോചന നടത്തുന്നത് പോലും ഈ മാഫിയയുടെ ഇടപെടലിൻ്റെ ഭാഗമാണ്. അവിടെ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് ആർക്കും ഒരു നിശ്ചയവുമില്ല. യാദൃച്ഛികമായാണ് അവയവ കച്ചവട മാഫിയയുടെ കണ്ണികളിലേക്ക് കേരള പോലീസ് ഇറങ്ങിച്ചെല്ലുന്നത്. ആ വാതിൽ തുറന്നു നോക്കിയ പോലീസ് സംഘം ഞെട്ടിപ്പോയി. പ്രമുഖ ആശുപത്രികളിലൊക്കെ അവയവ കച്ചവടം പതിവാണ്. ഒരാൾക്ക് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചാൽ അയാളുടെ അവയവങ്ങൾ അപ്പോൾ തന്നെ എടുത്ത് കൊടുത്ത് അത് വാർത്തയാക്കി മാറ്റുന്നു. എന്നാൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ച വ്യക്തി ആശുപത്രിയിൽ ചെലവാക്കിയ പണം പോലും ആ മരിച്ചുപോയ വ്യക്തിയുടെ കുടുംബങ്ങൾ നൽകേണ്ട ഗതികേട് ഇപ്പോഴും തുടരുകയാണ്. ഈ അവയവങ്ങൾ പോകുന്നത് എങ്ങോട്ടാണെന്ന് ആരും ചിന്തിക്കുന്നില്ല. സർക്കാർ ആശുപത്രികളിലേക്ക് കൈമാറുന്നതിന് പകരം ഇത്തരം പഞ്ചനക്ഷത്ര ആശുപത്രികളിലേക്ക് എന്തിന് കൈമാറുന്നു? സർക്കാരിന് ഒരു നിയമനിർമ്മാണത്തിലൂടെ ഇത്തരം അവയവ കൈമാറ്റങ്ങൾ സർക്കാർ ആശുപത്രികളിൽ മാത്രം മതി എന്ന് പറയാൻ എന്തുകൊണ്ടും ധൈര്യമില്ല. അങ്ങനെയൊരു നിയമനിർമ്മാണം ഉണ്ടായാൽ ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ കൊടുക്കുന്ന ഒരു ഹൈപ്പും ഈ വാർത്തയ്ക്ക് കൊടുക്കില്ല എന്നതാണ് വാസ്തവം. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായി അവയവ കച്ചവട മാഫിയയുടെ പൊരുളഴിക്കാൻ പോലീസ് ശ്രമിച്ചതും പേടിച്ച് പിന്മാറിയതും. അതിന് പിന്നിൽ ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടേ എന്ന് തിരിച്ചറിഞ്ഞ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തി അന്വേഷണം ആരംഭിച്ചിട്ടും വിശദാംശങ്ങൾ പുറത്തുവിടുന്നില്ല. നിരവധി പഞ്ചനക്ഷത്ര ആശുപത്രികളിൽ റെയ്ഡ് നടത്തിയ ED കൊച്ചിയിലെ ലേക്ക് ഷോർ ആശുപത്രിയെയും മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയെയും കേന്ദ്രീകരിച്ച് അന്വേഷണവുമായി മുമ്പോട്ട് പോവുകയാണ്. ഈ രണ്ട് ആശുപത്രികളിൽ നടന്നത് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത അവയവ കച്ചവടമാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംശയിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥന്മാർ ഈ രണ്ട് ആശുപത്രികളിലും കയറി നിരങ്ങുകയാണ്. അതിൽ തന്നെ അവർ ലക്ഷ്യമിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രി ലേക്ക് ഷോറാണ്. ആശുപത്രികളിൽ അവയവ മാറ്റം നടക്കുമ്പോൾ നിർബന്ധമായും പാലിക്കേണ്ട പ്രോട്ടോക്കോളുകൾ ഇവർ പാലിച്ചിട്ടില്ല എന്ന് വ്യക്തമാകുന്നു. നിയമത്തിൽ അങ്ങനെയൊരു നിബന്ധനയില്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിയാൻ ശ്രമിക്കുകയാണ് അവർ. പക്ഷേ പിടിവിടാതെ ED ഈ ആശുപത്രികളെ ചുറ്റി വളഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ലേക്ക് ഷോർ ആശുപത്രി മാനേജിംഗ് ഡയറക്ടറായ അഡ്വക്കേറ്റ് SK അബ്ദുള്ളയെ ED ഉദ്യോഗസ്ഥർ ഓഫീസിൽ വിളിച്ചു വരുത്തി മണിക്കൂറുകൾ ചോദ്യം ചെയ്തു. ദീർഘകാലം അഭിഭാഷകനായിരുന്ന അബ്ദുള്ള പിന്നീട് UAE മാറുകയും അവിടെ ഷംഷീർ വൈരിനൊപ്പം ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തു. 10 വർഷം മുമ്പ് അദ്ദേഹം ലേക്ക് ഷോർ ആശുപത്രി ചുമതലക്കാരനായി ഇങ്ങോട്ട് വന്ന് MD പദവിയിൽ തുടരുന്നു. ആശുപത്രി MDയെ മണിക്കൂറുകൾ ചോദ്യം ചെയ്തത് വെറുതെയല്ല. ഈ ദിവസങ്ങളിൽ ED ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് ലേക്ക് ഷോറിലെ പ്രഗത്ഭരായ ഡോക്ടർമാരെയാണ്. ലേക്ക് ഷോർ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ മുഹമ്മദ് ഇക്ബാൽ അടക്കമുള്ളവരെ ED പ്രത്യേകം വിളിച്ച് ചോദ്യം ചെയ്തു. ലേക്ക് ഷോറിലെ ഡോക്ടർമാരും MDയും ഒക്കെ
ഈ അവയവ കച്ചവട മാഫിയയുടെ ഭാഗമാണോ എന്ന് ED സംശയിക്കുന്നു. എന്നാൽ തെല്ലും കൂസാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലാത്ത നിലപാടിലേക്കാണ് ആശുപത്രി മാനേജ്മെന്റ് മാറുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ 20-ലധികം ആശുപത്രികളിലുള്ള ഡോക്ടർ ഷംസീർ വയലിൽ ഇനി ലേക്ക് ഷോർ അടച്ചുപൂട്ടിയാലും കീഴടങ്ങേണ്ട കാര്യമില്ല എന്ന നിലപാടിലേക്ക് മാറിയെന്നാണ് അവരുമായി അടുപ്പമുള്ളവർ പറയുന്നത്. തങ്ങൾ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അവയവ കൈമാറ്റം നടത്തി ലാഭമുണ്ടാക്കേണ്ട ഗതികേടില്ല, ആരെങ്കിലും ഇതിന് ഇടനിലക്കാരായി നിന്നിട്ടുണ്ടെങ്കിൽ അവരെ പിടിച്ചോട്ടെ എന്ന നിലപാടാണ് ഡോക്ടർ ഷംസീറിനെന്നാണ് അദ്ദേഹത്തോട് അടുപ്പമുള്ള ഒരാൾ എന്നോട് പറഞ്ഞത്. പക്ഷേ ED വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ല. എങ്ങനെയും ഈ അവയവ കച്ചവട മാഫിയയുടെ കണ്ണി പൊളിക്കും എന്നവർ തീർത്തു പറയുന്നു. എന്നാൽ അത് എത്രമാത്രം സാധ്യമാണ് എന്ന് കണ്ടറിയണം. ഈ മാഫിയ പ്രവർത്തിച്ചത് നജീബ് എന്ന് പറയുന്ന കാസർഗോഡുള്ള ഇടനിലക്കാരൻ്റെ ഇടപാടുകളോട് ബന്ധപ്പെട്ടാണ്. അവയവം ആവശ്യമുണ്ടെങ്കിൽ നജീബിനെ അറിയിച്ചാൽ മതി. രാജ്യത്തെ നിയമമനുസരിച്ച് അവയവം കൈമാറണമെങ്കിൽ ഉറ്റ ബന്ധുക്കളാവണം. മറ്റൊരാളിൽ നിന്നും അവയവം വാങ്ങുന്നുണ്ടെങ്കിൽ മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന നടപടിക്രമങ്ങളുണ്ട്. അതൊക്കെ പൂർത്തിയാക്കി സാധിച്ചെടുക്കുക സാധ്യമാണ്. 1 രൂപ പോലും പ്രതിഫലം കൈപ്പറ്റാനും നിയമമില്ല. എന്നാൽ നജീബിനോട് പറഞ്ഞാൽ നജീബ് 25, 30, 35 ലക്ഷം രൂപയ്ക്ക് ഒരു വൃക്ക എന്ന നിലയിൽ അവയവങ്ങൾ കൊടുക്കും. അവയവങ്ങളുടെ ദൗർലഭ്യമനുസരിച്ച് നിരക്ക് വർദ്ധിക്കും. പലപ്പോഴും ഇത്തരക്കാരെ വിസ എടുത്ത് വിദേശത്ത് കൊണ്ടുപോയി അവിടെ ശസ്ത്രക്രിയ നടത്തി തിരിച്ചു വിടുന്നതാണ് പതിവ്. അത്യാവശ്യ സാഹചര്യങ്ങളിൽ ഇവിടെയും നടത്തും. ഇത്തരക്കാരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്നു. ഇങ്ങനെ നടന്ന ഓരോ ഇടപാടിനും നജീബിന് കമ്മീഷൻ കൊടുത്തിട്ടുണ്ട് എന്നാണ് ED പറയുന്നത്. ഈ കമ്മീഷൻ ബാങ്ക് അക്കൗണ്ട് വഴിയാണെങ്കിൽ അവയവ കച്ചവടം നടന്നു എന്നതിന് തെളിവാണ്. എന്നാലും EDക്ക് അതിൽ ഇടപെടാൻ കഴിയില്ല. ഈ ഇടപാടുകൾ കള്ളപ്പണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയെന്നാണ് ED പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് കണ്ടെത്തുക എന്ന ഉത്തരവാദിത്വം EDക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വലിയ ഇടപാടിൻ്റെ ചുരുളഴിക്കാൻ എത്രമാത്രം സാധ്യമാണെന്ന് വ്യക്തമല്ല. പക്ഷേ ED ലേക്ക് ഷോറിനെ ചുറ്റി വളഞ്ഞിരിക്കുന്നു. വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട 6ഓളം FIRകളുടെ പശ്ചാത്തലത്തിൽ EDയും കേസെടുത്തിരിക്കുകയാണ്. എറണാകുളം കിഴക്കമ്പലത്തും കൊല്ലത്തും കാസർഗോഡുമൊക്കെയുള്ള ഏതാണ്ട് 9ഓളം പേർ അറസ്റ്റിലാകപ്പെട്ടിട്ടുണ്ട്. അവരിലൂടെ ലേക്ക് ഷോറിലേക്കും മെഡിക്കൽ ട്രസ്റ്റിലേക്കും കടന്നു കയറി ഈ അവയവ മാഫിയ സംഘത്തിൻ്റെ നടുവുടിക്കാമെന്നും അതിൻ്റെ പേരിലെ കള്ളപ്പണ ഇടപാടുകൾ പൊളിക്കാമെന്നുമാണ് ED കണക്കാക്കുന്നത്. ഇതേക്കുറിച്ച് ചില വാർത്തകളൊക്കെ വരുമെങ്കിലും അധികം പ്രതീക്ഷിക്കരുത്. കാരണം ലേക്ക് ഷോറിനെ പോലെ സ്വാധീനമുള്ള ഒരു ആശുപത്രി അന്വേഷണ വിധേയമാകുമ്പോൾ അവയെക്കുറിച്ച് ചെറിയ വാർത്തകളൊക്കെ കൊടുത്ത് മുഖം രക്ഷിച്ച് പതിയെ രക്ഷപ്പെടാനായിരിക്കും മാധ്യമങ്ങൾ ശ്രമിക്കുക. ED ആവട്ടെ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊന്നും നൽകാതിരിക്കുന്നതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ളവർക്കും ഇതിൻ്റെ പൊരുൾ കണ്ടെത്താൻ സാധിക്കാതെ വരുന്നു. പക്ഷേ ഒരു കാര്യം സത്യമാണ്, മൾട്ടിനാഷണൽ കോർപ്പറേറ്റ് ആശുപത്രികൾ ഈ നാട്ടിലെ ഇടത്തരക്കാരെയും സമ്പന്നരെയും കൊള്ളയടിക്കാൻ അവയവ കച്ചവടം പോലും നടത്തുന്നു എന്നതിൻ്റെ തെളിവായി മാറുകയാണ് ഈ സംഭവങ്ങൾ. നമ്മുടെ ജീവൻ രക്ഷിക്കുമെന്ന് കരുതി അങ്ങോട്ട് ഓടുമ്പോൾ അവർ നമ്മുടെ അവയവങ്ങൾ പോലും അടിച്ചുമാറ്റിയെന്ന് വരും എന്ന സാഹചര്യമാണ് അനുനിമിഷം രൂപപ്പെട്ടു വരുന്നത്.